Hello dear friends, Entri മറ്റൊരു യൂട്യൂബ് സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവരുടെയും CHSL എന്നുള്ള പ്രിപ്പറേഷൻ നല്ല ഗ്രാൻഡ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഒരു സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ ജനറൽ നോളജിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ബേസിക്കലി അന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ അവയർനെസ്സിന് വേണ്ടി തൽക്കാലം ഒരുപാട് സമയം നിങ്ങൾ കൊടുക്കണ്ട, കാരണം അത് ഒരുപാട് വാസ്റ്റാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ പറഞ്ഞ പോലെ അത് സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തും ന്യൂസ് പേപ്പർ വായിച്ചും അങ്ങനെയൊക്കെ നമുക്ക് അത് പഠിക്കാം. ബാക്കിയുള്ളതിൽ വേണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ ഈ സെഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ്, അതും അതിൻ്റെ കൂടെ നോട്ട്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സും എഴുതിയെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതായിട്ടാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ എടുക്കാം. 50 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ സ്ലൈഡിൽ ഫസ്റ്റ് സ്ലൈഡിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡിലായിരിക്കും അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഏത് ഏരിയാസിൽ വേണം കൂടുതൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ രീതിയിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. Which of the following dances is dedicated to temples and was earlier known as സാദിർ? സാദിർ എന്ന് അറിയപ്പെട്ടിരുന്ന ഡാൻസ് ഫോം. ഇപ്പോൾ അതിൻ്റെ പേര് സാദിർ എന്നല്ല, ഇപ്പോൾ എന്താണ് അതിനെ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു ടെമ്പിൾസ്. ഓക്കെ, ടെമ്പിൾസിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏർലിയർ ഡാൻസ് ഫോം ആയിരുന്നു. പണ്ട് അതിനെ പറഞ്ഞിരുന്നത് സാദിർ എന്നായിരുന്നു. സോ ഇപ്പോൾ അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരതനാട്യം, കഥകളി, കഥക് ഓർ മണിപ്പുരി. ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? സാദിരാട്ടം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഭരതനാട്യമാണ്. ഓക്കെ, ഓപ്ഷൻ എ ഭരതനാട്യമാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. സോ ഭരതനാട്യമാണ് ശരിയായ ഉത്തരം. അതർ ഏൻഷ്യൻറ്റ് നെയിം എന്ന് പറയുന്നത് പരത്തിയാർ ആട്ടം. ഓക്കെ, പരത്തിയാർ ആട്ടം ഓർ തേവരാട്ടം എന്നൊക്കെ പറയുമായിരുന്നു. 1932 ഇ കൃഷ്ണ അയ്യർ ആൻഡ് രുക്മിണി ദേവി അരുന്തേൽ. രുക്മിണി ദേവി അരുന്തേലിനെ പറ്റി പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ കൃഷ്ണ അയ്യർ ആൻഡ് രുക്മിണി അരുന്തേൽ പുട്ട് ഫോർവേഡ് എ പ്രപ്പോസൽ ടു റീനെയിം ദിസ്. സാദിരാട്ടത്തിനെ റീനെയിം ചെയ്ത് ഭരതനാട്യം എന്ന ഒരു പേര് സജസ്റ്റ് ചെയ്ത രണ്ട് പേരാണ് ഈ കൃഷ്ണ അയ്യർ ആൻഡ് രുക്മിണി ദേവി അരുന്തേൽ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ ഇൻക്ലൂഡ്സ് മില്ലിപേറ്റ്സ്, സ്പ്രിംഗ് ടെയിൽ, wood lice, dung lice, slung that feed on dead and decaying plants and animals. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഏത് ഫുഡ് ചെയിനിൽ ഏത് ലെവലിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർണിവോർ ആണോ, ഡെട്രിറ്റിവോസ് ആണോ, ഹെർബിവോസ് ആണോ, അതോ ഒമിനിവോസ് ആണോ? ഇതിൽ ഏതിലാണ് വരുന്നത്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള സാധനങ്ങളിലാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് വരുന്നത് നമ്മുടെ ഡെട്രിറ്റിവോസിലാണ്. ഓപ്ഷൻ ബി ഡെട്രിറ്റിവോസിൻ്റെ അകത്താണ് നമ്മുടെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗനിസംസ്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ പുറത്ത് ഫീഡ് ചെയ്യുന്ന ഓർഗനിസംസ് വരുന്നത് ഡെട്രിറ്റിവോസിൻ്റെ അകത്താണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴേക്കും മൂന്നായിട്ട് തിരിക്കാം. ഹോളോസോയിക് ന്യൂട്രീഷൻ, സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ആൻഡ് പാരസൈറ്റിസം. സോ ഹോളോസോയിക്, ഹോള് നമ്മുടെ WHO LE എന്ന് പറയുന്ന ഹോൾ എന്താണ്? മുഴുവനായിട്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ഭക്ഷണം അകത്തേക്ക് എടുക്കുന്നു ആൻഡ് നമ്മുടെ ബോഡിയുടെ അകത്ത് പോയിട്ടാണ് അത് ഡൈജഷൻ നടക്കുന്നത്. അതിനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നത്. നമ്മുടെ കേസിലൊക്കെ അങ്ങനെയാണ് അല്ലേ, നമ്മൾ ഫുഡ് ഫുള്ളായിട്ട് വായിലേക്ക് വെച്ചു, പിന്നെ ബോഡിക്ക് അകത്ത് ചെന്നിട്ടാണ് അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹോളോസോയിക് ന്യൂട്രീഷനിൽ ഓർഗനിസംസ് ഫീഡ് ഓൺ ഇൻജസ്റ്റഡ് സോളിഡ് മെറ്റീരിയൽ which is then digested and absorbed into the body. Example, human beings, animals, ഇതിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത് they feed on dead and decaying matter including bacteria, fungi, ഇതൊക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൈജഷൻ ഇസ് എക്സ്റ്റേണൽ. ഓക്കെ, ഡൈജസ്റ്റീവ് ജ്യൂസസ് വെളിയിലോട്ട് സെക്രീറ്റ് ചെയ്തിട്ട് ഡൈജഷൻ വെളിയിൽ നടന്നിട്ട് ആ ന്യൂട്രിയൻസ് മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സാപ്രോഫൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. പാരസൈറ്റിസം, പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? പാരസൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരു ലിവിങ് ഓർഗനിസമിൻ്റെ അകത്തോ പുറത്തോ ജീവിച്ചുകൊണ്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ഓർഗനിസംസ്,
അതിനെയാണ് നമ്മൾ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലിവിങ് തിങ്ങിൻ്റെ പുറത്താണ്. ഒരു ലിവിങ് തിങ്ങിൻ്റെ അകത്തോ വെളിയിലോ ജീവിച്ചുകൊണ്ട് ആ ലിവിങ് തിങ്ങിൽ നിന്ന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നു. അതാണ് പാരസൈറ്റിക് ഫോം ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ 3 ഫോം ഓഫ് ന്യൂട്രീഷൻ ക്ലിയർ ആയില്ലേ? ഹോളോസോയിക്, സാപ്രോഫൈറ്റിക് ആൻഡ് പാരസൈറ്റിക്. സോ സാപ്രോഫൈറ്റിക്കിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഇവിടെ ഡൈജഷൻ പുറത്താണ് നടക്കുന്നത്, എക്സ്റ്റേണൽ ഡൈജഷൻ ആണ്. ആൻഡ് ഡൈജസ്റ്റ് ചെയ്ത ശേഷം ജ്യൂസസ് മാത്രമാണ് ഈ ഓർഗാനിസംസ് വലിച്ചെടുക്കുന്നത്. ഓക്കെ, സോ ഇതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഇതിൽ പലതും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ലൈക്ക് ഹെർബിവോസ് എന്ന് പറയുന്നത് എന്താണ്? ഹെർബിവോസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സ് തിന്നുന്ന ഓർഗാനിസംസ്, അതാണ് ഹെർബിവോസ്. കാർണിവോസ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കാർന്ന് തിന്നുന്നു. അപ്പോൾ ആനിമൽസ് അല്ലെ, നമ്മുടെ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിൽ വരുന്നതാണ് കാർണിവോസ്. ഫ്ലഷ് ഈറ്റിംഗ് ആണ് കാർണിവോസ്. ഒമ്നിവോസ് നമ്മളെ പോലെ, അതായത് പ്ലാന്റ്സും തിന്നും ആനിമൽസിനെയും തിന്നുന്നവരാണ് ഒമ്നിവോസ് എന്ന് പറയുന്നത്. ഇൻസെക്ടിവോറസ് പേരിൽ തന്നെയുണ്ട്, ഇൻസെക്റ്റിനെ തിന്നുന്നവർ. ഓക്കെ, ലിസാർഡ്, ടോഡ്സ്, ഫ്രോഗ്സ് ഇതൊക്കെ ഇൻസെക്ടിവോറസ് ആണ്. അടുത്തത് ഫ്രൂജിവോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ് തിന്നുന്നവർ. ഓക്കെ, ഫ്രൂട്ട്സ് തിന്നുന്നതിന് ഫ്രൂജിവോറസ് എന്ന് പറയും. സാങ്കിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്ന ഓർഗാനിസംസ്, ലൈക്ക് നമ്മുടെ ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ലീച്ച്, ഇതൊക്കെ ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്നവരാണ്. അപ്പോൾ ഈ ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്ന ഓർഗാനിസംസിനെ നമ്മൾ സാഞ്ചിവോറസ് എന്ന് പറയും. പിന്നെ ഡെട്രിറ്റിവോറസ്, ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്. ഡെട്രിറ്റിവോറസും ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിനെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെയും ഇതും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട സാപ്രോഫൈറ്റ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിനാണ് ഫീഡ് ചെയ്യുന്നത്. സാപ്രോഫൈറ്റ്സിൻ്റെ കേസസിൽ എക്സ്റ്റേണൽ ഡൈജഷൻ ആണ് നടക്കുന്നത്. ഡൈജസ്റ്റീവ് ജ്യൂസസ് വെളിയിലോട്ട് സെക്രീറ്റ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത ശേഷമാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസിനെ തിന്നിട്ട് ബോഡിക്ക് അകത്താണ് ഡൈജഷൻ നടക്കുന്നത്. അതാണ് ഡെട്രിറ്റിവോസ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഫീഡർ ന്യൂട്രീഷൻ പേരിൽ തന്നെയുണ്ട്. ഫ്ലൂയിഡ് തിന്നുന്നത്, ഈ നെക്ടറൊക്കെ വലിച്ചെടുക്കുന്നത്, നമ്മുടെ പൂവിൻ്റെ അകത്തുള്ള നെക്ടർ ഇല്ലേ, അതൊക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, അതൊക്കെയാണ് നമ്മുടെ ഫ്ലൂയിഡ് ഫീഡേഴ്സിൽ വരുന്നത്. മൈക്രോഫാജി എന്ന് പറയുന്നത് ദേ ഫീഡ് അപ്പോൺ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, അമീബ, പാരാമീസിയം ഇതൊക്കെയാണ്. മാക്രോഫാജി ദേ ഫീഡ് ഓൺ ലാർജ് ഓർഗാനിസംസ് ലൈക്ക് ഫ്രോഗ്, സ്നേക്ക്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷനിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. ദ ആർട്ടിക്കിൾ ഇൻ ദ Indian Constitution that deals with all the executive powers of governor. ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിനെ പറ്റി പറഞ്ഞു തരുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 150, 157, 154 ഓർ 156. ഇതിൽ ഏത് ആർട്ടിക്കിളാണ് ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിനെ പറ്റി പറഞ്ഞു തരുന്നത്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ ഏതാണ്? 154 ആണ്. ഓക്കെ, ഓപ്ഷൻ സി 154. ആർട്ടിക്കിൾ 154ൻ്റെ അകത്താണ് നമ്മുടെ ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിനെ പറ്റി പറയുന്നത്. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾസും കൂടി ജസ്റ്റ് നോക്കാം. ഗവർണറിൻ്റെ 153ലാണ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നത്. ഓക്കെ, 153 പ്രകാരമാണ് നമുക്ക് സ്റ്റേറ്റുകളിൽ ഗവർണർ വരുന്നത്. 154ൽ ഈ ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് വരുന്നു. 155ൻ്റെ അകത്ത് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഗവർണർ. 156 ടേം ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ. 157ൻ്റെ അകത്ത് ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ. 158 കണ്ടീഷൻസ് ഓഫ് ഗവർണേഴ്സ് ഓഫീസ്. 159 oath or affirmations. 160 discharge of the function of the governor in certain contingencies. 161 power of the governor to grant pardon etc. and to suspend, remit or commute sentences in certain cases. Okay, എന്നാൽ നമുക്ക് വധശിക്ഷ ക്യാൻസൽ ചെയ്യാനുള്ള പവർ ഗവർണറിന് ഇല്ല. ഓക്കെ, അത് പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. സോ 161 പവർ ഓഫ്, അതായത് പാർഡനിങ് പവർ വരുന്നത് എവിടെയാണ്? 161 ഇമ്പോർട്ടൻറ്റ് പവർ ആണ്. നെക്സ്റ്റ് 162 എന്ന് പറയുന്നത് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് 154, എക്സ്റ്റെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് 162 ആണ്. രണ്ടും തമ്മിൽ തെറ്റിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഗവർണറിനെ പറ്റി പറയുന്നത് 153, പിന്നെ അവിടുന്ന് അങ്ങോട്ട് 162 വരെ എല്ലാം ഗവർണറിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പവർ, അപ്പോയിൻമെൻറ്റ്, ടേം ഓഫ് ഓഫീസ്, ക്വാളിഫിക്കേഷൻ, ഓത്ത് ആൻഡ് അഫർമേഷൻസ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നാലാമത്തത്. In May 2021, in the M.R. Vijay Bhaskar versus Dash case of the Supreme Court, observed that the freedom of speech and expression also extend to reporting the proceedings that happen in the courts, including oral observations made by the judges.
സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ്, എസ്പെഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ക്ലാരിഫൈ ചെയ്ത തരത്തിലുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഏതൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ജഡ്ജ്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ജഡ്ജ്മെൻറ്റ്സിൽ നിന്നൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ May 2021 ഒരു ജഡ്ജ്മെൻ്റ് ആണ്. അത് കേസ് ഏതാണ്, ആരുമായിട്ടുള്ളതായിരുന്നു? MR വിജയഭാസ്കർ വേഴ്സസ് ഏത് കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രകാരമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എക്സ്റ്റെൻസ് ടു റിപ്പോർട്ടിംഗ് ദ പ്രൊസീഡിങ്സ്, അതായത് കോർട്ടിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്തും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അത് ഫൈനൽ ജഡ്ജ്മെന്റ് മാത്രമല്ല, ആ ജഡ്ജ്മെന്റ് സമയത്ത് ജഡ്ജസ് പലതും പറഞ്ഞു കാണും, പക്ഷെ അത് റൈറ്റിംഗിൽ ഉണ്ടാവില്ല. അപ്പോൾ അതും റിപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞത് ഏത് കേസായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MR വിജയഭാസ്കർ വേഴ്സസ് ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓപ്ഷൻ സി, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇതെന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ദ കേസ് വാസ് റിഗാർഡിംഗ് ദ ഫ്രീഡം ഓഫ് മീഡിയ ടു റിപ്പോർട്ട് നോട്ട് ജസ്റ്റ് ദ ജഡ്ജ്മെന്റ്സ് ബട്ട് ഓൾസോ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഓർ റിമാർക്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രൊസീഡിങ്സ്. അപ്പോൾ ഫൈനൽ ജഡ്ജ്മെന്റ് മാത്രമല്ല, ആ പ്രൊസീഡിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, റിമാർക്സ്, അതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു കേസായിരുന്നു ഇത്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അലൈജ്ഡ് ദാറ്റ് മദ്രാസ് ഹൈക്കോർട്ട് ഓറലി ഒബ്സർവ്ഡ് ദാറ്റ് ECI, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് സിംഗുലർലി റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡ് വേവ് ഓഫ് COVID-19. സോ മദ്രാസ് ഹൈക്കോർട്ടിൽ വെച്ചിട്ട് ജഡ്ജസ്, ആ സമയത്ത് ജഡ്ജ് ഓറലി പറഞ്ഞാണ്, ഇത് ജഡ്ജ്മെന്റിന് അത് കൊടുത്തിരുന്നില്ല. അതായത് ECI is responsible, ECI is a single institution which is responsible for second wave എന്ന് പറഞ്ഞതാണ്. സോ and that the EC should be put up for murder charges എന്ന് പറഞ്ഞിരുന്നു. So these remarks, though not part of the order of the High Court, were reported in print, electronic and telemedia. Okay, അപ്പോൾ അതായിരുന്നു കേസ്. അടുത്ത ചോദ്യം നോക്കാം. In February 2022, who was appointed as a director of the National Council of Educational Research and Training, NCRT? Now, NCRTയുടെ ഫുൾ ഫോമും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. NCRTയുടെ ഫുൾ ഫോം പലരും തെറ്റിക്കാറുണ്ട്. എന്താണ് ഈ NCRT? നാഷണൽ കൗൺസിൽ എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിനുള്ള ഒരു നാഷണൽ കൗൺസിലാണ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് NCRT. ഓക്കെ, NCRTയുടെ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് February 2022 ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രൊഫസർ ദിനേശ് പ്രസാദ് സക്ലാനി. പ്രൊഫസർ ദിനേശ് പ്രസാദ് സക്ലാനി NCRT ഡയറക്ടർ ആയിട്ട്. ഓക്കെ, so appointed in February 2022 for a period of 5 years or till he attains the age of 65. പ്രൊഫസർ ദിനേശ് പ്രസാദ് സക്ലാനി. ആറാമത്തെ ചോദ്യം. Muriatic acid. Muriatic acid is another name of which of the compounds used in the production of chlorides, fertilizers and dyes in electroplating and in photographic, textile and rubber industry. So muriatic acid എന്ന് പറയുന്നത് ഏത് ആസിഡിന്റെ മറ്റൊരു പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ നൈട്രിക് ആസിഡ്, ഇതിൽ ഏതിന്റെ പേരാണ് മ്യൂറിയാറ്റിക് ആസിഡ്? ശരിയായ ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, HCl. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസിൽ വരുന്ന ആസിഡ്, നമ്മുടെ സ്റ്റമക്ക് റിലീസ് ചെയ്യുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അതും HCl തന്നെയാണ്. ഓക്കെ, അപ്പോൾ HCl ഓർക്കുക, മ്യൂറിയാറ്റിക് ആസിഡ് എന്നും ഇതിനെ പറയാറുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിന് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയും. ഓക്കെ, സൾഫ്യൂറിക് ആസിഡ് H2SO4 പറയുന്ന പേര് എന്താ? ഓയിൽ ഓഫ് വിട്രിയോൾ. നെക്സ്റ്റ് നൈട്രിക് ആസിഡിന് പറയുന്ന പേരാണ് എക്വാ ഫോർട്ടിസ് ഓർ സ്പിരിറ്റ് ഓഫ് നൈറ്റർ. ഓക്കെ, HNO3. സോ സൾഫ്യൂറിക് ആസിഡിന് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറഞ്ഞു, അതുപോലെ നൈട്രിക് ആസിഡിന് എക്വാ ഫോർട്ടിസ് ഓർ സ്പിരിറ്റ് ഓഫ് നൈറ്റർ. സോ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പ്ലെയേഴ്സ് റോട്ട് ദ ഓട്ടോബയോഗ്രഫി നെയിംഡ് പ്ലേയിങ് ടു വിൻ? പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാലോ. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഴുതുന്നത്, ബയോഗ്രഫി എന്ന് പറയുന്നത് നമ്മളെ പറ്റി മറ്റൊരാൾ എഴുതുന്നത്, അതാണ് ബയോഗ്രഫി. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്നത്? സാനിയ മിർസ, PV സിന്ധു, സൈന നെഹ്വാൾ ഓർ കർണം മല്ലേശ്വരി? ആരുടെയാണ്? ഓപ്ഷൻ സി, സൈന നെഹ്വാളിൻ്റെതാണ്. ഓക്കെ, സൈന നെഹ്വാളിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്നത്. നൗ
സാനിയ മിർസയുടെ നമ്മുടെ ഓട്ടോബയോഗ്രഫിയും ചോദിക്കാറുണ്ട്. സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫി ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് ആണ്. ഓക്കെ, ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ്, ഇതും പല എക്സാംസിലും ചോദിച്ചിട്ടുള്ളതാണ്. സോ എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മൾ സ്പോർട്സ് പേഴ്സൺസിൻ്റെ ഒക്കെ ഓട്ടോബയോഗ്രഫി, ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആകാം, ബാഡ്മിൻ്റൺ, ടെന്നീസ്, ഇതിലെല്ലാത്തിനുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഓട്ടോബയോഗ്രഫിയെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ സൈന നെഹ്വാളിൻ്റെത് എന്താണ്? പ്ലേയിങ് ടു വിൻ. പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാൾ. സാനിയ മിർസയുടെ എന്താണ്? ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്രിക്കറ്റിൽ നിന്ന് ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് മറ്റൊരു സെഷനിൽ, എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സെഷൻ്റെ അകത്ത് ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രവിഡ്, യുവരാജ് സിംഗ്, അങ്ങനെ ഒരുപാട് പേരുടെ, സുനിൽ ഗവാസ്കർ, ഇവരുടെ ഒക്കെ ഓട്ടോബയോഗ്രഫീസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഡാഷ് അലോങ് വിത്ത് ഹിസ് വൈഫ്, ഹെർസെൽഫ് എ ഡാൻസർ ആൻഡ് ഹിസ് സൺ ബിൽറ്റ് സൃജൻ ഇൻ 1993. സോ ആരാണ് സൃജൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ഹിസ് വൈഫ് ആൻഡ് സൺ? ആരായിരുന്നു? കേളുചരൺ മോഹപത്രയാണ്. ഓപ്ഷൻ ബി, കേളുചരൺ മോഹപത്ര. ലാസ്റ്റ് എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ CHSL മാത്രമല്ല, വേറെ പല എക്സാംസിൻ്റെ അകത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് കേളുചരൺ മോഹപത്രയെ പറ്റി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവാർഡ്സിനെ പറ്റി വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ ഓർഗനൈസേഷനെ പറ്റി വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ്, ഇൻസ്ട്രുമെൻറ്റ് പ്ലെയേഴ്സ്, ഇവരെ പറ്റി എല്ലാം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ കേളുചരൺ മോഹപത്ര അദ്ദേഹത്തിൻ്റെ മകനും വൈഫുമായിട്ട് 1993 സ്റ്റാർട്ട് ചെയ്തതാണ് സൃജൻ. സോ ഇദ്ദേഹമാണ് കേളുചരൺ മോഹപത്ര. ഒഡീസി ഡാൻസർ ആണ് കേട്ടോ. സോ എക്സ്പോണന്റ് ഓഫ് ഒഡീസി ഡാൻസ്, ക്രെഡിറ്റഡ് വിത്ത് ദ റിവൈവൽ ആൻഡ് പോപ്പുലറൈസിംഗ് ഓഫ് ദിസ് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഇൻ ദ 20th century. സോ ഒഡീസി ഡാൻസർ ആണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കേളുചരൺ മോഹപത്ര അദ്ദേഹം എന്ത് ഡാൻസർ ആയിരുന്നു, എന്തിൽ പ്രൊഫിഷ്യൻ്റ് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒഡീസി ഡാൻസർ ആണ്. ഓക്കെ, കേളുചരൺ മോഹപത്ര ഒഡീസി ഡാൻസർ. ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് പത്മവിഭൂഷൺ ഫ്രം ഒഡീഷ. ഒഡീഷയിൽ നിന്ന് ആദ്യത്തെ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് കേളുചരൺ മോഹപത്ര. Now he along with his wife Lakshmi Priya Mohapatra, herself a dancer, and their son Ratikant Mohapatra. ഓക്കെ, അപ്പോൾ ഈ മകൻ്റെ പേരും ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ രതികാന്ത് മോഹപത്ര, ദേ ബിൽറ്റ് സൃജൻ ഇൻ 1993. ഓക്കെ, 9ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല എക്സാമിലും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നർത്തകി നട്രാജ് ഡാഷ് became the first trans person to receive പത്മശ്രീ. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ട്രാൻസ് പേഴ്സൺ ആണ് നർത്തകി നട്രാജ്. ഏത് ഫോം ഓഫ് ഡാൻസിലാണ് പ്രൊഫിഷ്യൻറ്റ്? കഥക് ഡാൻസർ ആണോ, ഒഡീസി ആണോ, മണിപ്പുരി ഡാൻസർ ആണോ, അതോ ഭരതനാട്യം ഡാൻസർ ആണോ? നർത്തകി നട്രാജ് ഭരതനാട്യം ഡാൻസർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി, ഭരതനാട്യം ഡാൻസർ ആണ് നർത്തകി നട്രാജ്. സോ ഇതാണ് നർത്തകി നട്രാജ്, ഫസ്റ്റ് ട്രാൻസ് പേഴ്സൺ ടു റിസീവ് പത്മശ്രീ. ഓക്കെ, പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ട്രാൻസ് പേഴ്സൺ, പേര് ഓർത്ത് വെക്കുക, എന്താണ്? നർത്തകി നട്രാജ്, ഭരതനാട്യം ഡാൻസർ. ഓക്കെ, 10ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ കോൺട്രവേഴ്സ്യൽ നോവൽ ലജ്ജ എന്ന് പറയുന്ന ഒരു വളരെ കോൺട്രവേഴ്സ്യൽ നോവലായിരുന്നു. ഇതൊരു ബാംഗ്ലാദേശി റൈറ്ററാണ് എഴുതിയത്, ആൻഡ് ഈ നോവൽ ബാംഗ്ലാദേശിൽ ബാൻ ചെയ്യുകയുണ്ടായി. സോ ഇതിൻ്റെ ഓഥർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലജ്ജ എന്ന് പറയുന്ന കോൺട്രവേഴ്സ്യൽ നോവലിൻ്റെ ഓഥർ ആരാണ്? അരുന്ധതി റോയ്, തസ്ലിമ നസ്രീൻ, ശോഭ അൽഡെ, കിരൺ ബേദി. സോ എല്ലാവർക്കും മനസ്സിലായി കാണും, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബാംഗ്ലാദേശിൽ നിന്നുള്ളതാണ്, ബാക്കിയുള്ളവരെല്ലാവരും ഇന്ത്യൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി, തസ്ലിമ നസ്രീൻ അല്ലേ. ഓപ്ഷൻ ബി, തസ്ലിമ നസ്രീൻ ആണ് ലജ്ജ എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സ്യൽ നോവലിൻ്റെ ഓഥർ. സോ ഇതായിരുന്നു ലജ്ജ. ഓക്കെ, ബാംഗ്ലാദേശി റൈറ്ററാണ്. Lajja is a response of Taslima Nasreen to anti-Hindu riots that erupted in part of Bangladesh soon after the demolition of Babri Masjid in India on 6th December 1992. So 6th December 1992 ഇന്ത്യയിൽ ബാബ്രി മസ്ജിദ് ഡെമോളിഷ് ചെയ്ത സമയത്ത് ആൻറ്റി ഹിന്ദു റൈറ്റ്സ് ബാംഗ്ലാദേശിൽ നടന്നു. ഓക്കെ, സോ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോവലായിരുന്നു തസ്ലിമ നസ്രീൻ. ഈ ബുക്ക് ബാംഗ്ലാദേശിൽ ബാൻ ചെയ്യപ്പെട്ടു. ദ ബുക്ക് വാസ് ബാൻഡ് ഇൻ ബാംഗ്ലാദേശ്. ഓക്കെ, തസ്ലിമ നസ്രീൻ്റെ ലജ്ജ. ഓക്കെ, 12ാമത്തെ ചോദ്യം. സ്പോർട്സിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതിലൊന്നാണിത്. എ കാർഡ് ഓഫ് വിച്ച് കളർ ഇസ് യൂസ്ഡ് ഇൻ ഫുട്ബോൾ ടു വോൺ എ പ്ലെയർ. ഓക്കെ, ഒരു പ്ലെയറിനെ വാർണിംഗ് കൊടുക്കാനായിട്ട് ഏത് കാർഡാണ് കാണിക്കുന്നത്? നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ കാർഡ്സ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാർഡ്സിൽ
ഏത് കളർ കാർഡാണ് വോൺ ചെയ്യാനായിട്ട് കാണിക്കുന്ന കാർഡ്? റെഡ്, ബ്ലൂ, ഗ്രീൻ ഓർ യെല്ലോ? ഏത് കാർഡാണ് വാർണിങ്ങിന് കൊടുക്കുന്നത്? ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഫിഫ എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് ഫുട്ബോളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, ഫുട്ബോൾ റൂൾസും അതിനെപ്പറ്റിയൊക്കെ. സോ ഏത് കാർഡാണ് കാണിക്കുന്നത്? യെല്ലോ കാർഡാണ് അല്ലേ. ഓപ്ഷൻ ഡി, യെല്ലോ കാർഡാണ് വോൺ ചെയ്യാനായിട്ട് കാണിക്കുന്ന കാർഡ്. സോ എന്നാൽ അതേസമയം ഡിസ്മിസ് ചെയ്യാനായിട്ട്, ഫീൽഡിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട് നമ്മൾ കാണിക്കുന്ന കാർഡ് എന്താണ്? റെഡ് കാർഡാണ്. സോ യെല്ലോ കാർഡ് ഈസ് യൂസ് ടു കോഷൻ ദ പ്ലേ. വാർണിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ് യെല്ലോ കാർഡ്. വൈൽ റെഡ് കാർഡ് റിസൾട്ട്സ് ഇൻ ദ പ്ലേയേഴ്സ് ഡിസ്മിസൽ ഫ്രം ദ ഫീൽഡ്. 13ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സ്ട്രക്ചറൽ ലെയർ സറൗണ്ട്സ് ദ ആൽഗെ, ഫംഗൽ ആൻഡ് പ്ലാന്റ് സെൽ? ആൽഗൽ, ഫംഗൽ ആൻഡ് പ്ലാന്റ് സെല്ലിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ലെയർ and provides tensile strength, protection against mechanical and osmotic stress. അപ്പോൾ ഈ ആൽഗെ, ഫംഗസ്, പ്ലാന്റ് സെല്ലിൻ്റെ ഒക്കെ ചുറ്റും വരുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറാണ് ഇതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്, സ്ട്രെങ്ത് നൽകുന്നത്, ഓസ്മോട്ടിക് സ്ട്രെസ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്ന ലെയറാണ്. എന്ത് ലെയറിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? സെൽ മെംബ്രെയിൻ ആണോ, പ്ലാസ്റ്റിഡ് ആണോ, സെൽ വോൾ ആണോ, അതോ വാക്യൂൾ ആണോ? അപ്പോൾ നമുക്കറിയാം മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ നമ്മുടെ സെല്ല് നോക്കുന്ന സമയത്ത് ഏറ്റവും വെളിയിലത്തെ ലെയറാണ്. ഏറ്റവും വെളിയിലെ ലെയർ പ്ലാന്റ് സെല്ലിൻ്റെ അകത്ത് സെൽ വോളാണ് അല്ലേ. ആനിമൽ സെല്ലിൻ്റെ അകത്ത് സെൽ വോൾ ഇല്ല, നേരെ സെൽ മെംബ്രെയിൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. പ്ലാന്റ് സെല്ല് കുറച്ചും കൂടി കട്ടിയുള്ള സെൽ വോളാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ സി, സെൽ വോളാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഈ സെൽ വോളാണ് ആൽഗൽ, ഫംഗൽ ആൻഡ് പ്ലാന്റ് സെല്ലിന് ടെൻസൈൽ സ്ട്രെങ്ത്തും പ്രൊട്ടക്ഷനും നൽകുന്ന ലെയർ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ലിലുമുണ്ട്, ആനിമൽ സെല്ലിലുമുണ്ട്. ആനിമൽ സെല്ലിലെ ഔട്ടർ ലെയർ ആണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഫൗണ്ട് ഇൻ ദ സെൽ ആൻഡ് ഇസ് ഔട്ടർ മോസ്റ്റ് ലെയർ ഇൻ ദ ആനിമൽ സെൽ. വാക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗണലാണ്. സെല്ലിൻ്റെ അകത്തുള്ള ഒരു സെൽ ഓർഗണലാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ആനിമൽ സെല്ലിൽ ഇത് ചെറുതായിരിക്കും, പ്ലാന്റ് സെല്ലിൽ വലിയൊരു സെൽ വാക്യൂൾ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ആനിമൽ സെൽ ദേ ആർ ജനറലി സ്മോൾ ആൻഡ് ഹെൽപ്പ് ഇൻ സിക്വസ്റ്റ്, അതായത് വാട്ടർ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ പുറത്തേക്ക് കളയാൻ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ ആനിമൽ സെൽ ദേ ഹെൽപ്പ് മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ്, അത് വലുതുമായിരിക്കും. വാക്യൂൾ ഇസ് ലാർജ് ഇൻ പ്ലാന്റ് സെൽ ദാൻ ഇൻ ആനിമൽ സെൽ. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വരാട്ടോ. വിച്ച് ഓഫ് ദീസ് ആർ ഇൻകറക്റ്റ്, എന്നിട്ട് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അകത്ത് പ്ലാന്റ്സിൻ്റെ അകത്ത് പ്ലാന്റ്സിൻ്റെ അകത്ത് സെൽ വോൾ ഉണ്ട്, ആനിമൽസിൻ്റെ അകത്ത് ഇല്ല, വാക്യൂള് ഇതിൽ ചെറുതാണ് അതിൽ വലുതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർക്കുക, വാക്യൂൾസ് എവിടെയാണ് വലുത്? പ്ലാന്റ് സെല്ലിൽ വലിയ വാക്യൂൾ ഉണ്ട്, ആനിമൽ സെല്ലിൽ ചെറിയ ചെറിയ വാക്യൂൾസ് ആണ്. പ്ലാസ്റ്റിഡിൻ്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നതാണ് പ്ലാസ്റ്റിഡ്സ്. സോ സ്മോൾ ഓർഗനൽസ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിഡ്സ്. ദേ കണ്ടെയ്ൻ പിഗ്മെന്റ് ഓർ ഫുഡ്. പിഗ്മെന്റ് ഉണ്ടാകാം, ഫുഡ് ഉണ്ടാകാം. പ്ലാസ്റ്റിഡ്സ് ആണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് എന്നൊക്കെ പറയുന്നതെല്ലാം പ്ലാസ്റ്റിഡ്സ് ആണ്. നമുക്ക് കളർ നൽകുന്ന, അതായത് ഈ പ്ലാന്റ്സിന് ഗ്രീൻ കളർ പിഗ്മെന്റ് അടങ്ങിയിട്ടുള്ളത് എന്തിലാണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിഡ്സിൻ്റെ എക്സാമ്പിൾ ആണ്. 14ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റ് ഫ്രം അലഹബാദ് along with her famed contemporary Gohar Jan had the privilege of performing for Emperor George V at the Delhi Darbar 1911. Now 1911 ഡൽഹി ദർബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലെ, ഹിസ്റ്ററിയിൽ പഠിച്ചാണല്ലോ 1911 ഡൽഹി ദർബാർ. സോ ഈ ഡൽഹി ദർബാറിലാണ് നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്തതും നമ്മുടെ ക്യാപിറ്റൽ കാൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റിയതും ഡൽഹി ദർബാറിൻ്റെ സമയത്താണ്. സോ എംപറർ ജോർജ് V അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് നടത്തിയതാണ് ഈ ഡൽഹി ദർബാർ. അപ്പോൾ അതിൽ ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റ് ഫ്രം അലഹബാദ് ആരായിരുന്നു? ഹു പെർഫോംഡ് വിത്ത് ഗോഹർ ജാൻ. ഗോഹർ ജാനുമായി ചേർന്ന് പെർഫോം ചെയ്ത ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റ് ഫ്രം അലഹബാദ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജാൻകി ബായി ആണ്. ഓപ്ഷൻ ഡി, ജാൻകി ബായി. സോ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൽഹി ദർബാർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? ക്യാപിറ്റൽ കാൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ആൻഡ് നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള സംഭവിച്ച 2 പോയിന്റ്സ് ഡൽഹി ദർബാർ 1911. 15ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇസ് ശേഷാചലം ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റഡ്? ശേഷാചലം ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? തമിഴ്നാടു, കർണാടക, കേരള ഓർ ആന്ധ്രാപ്രദേശ്? എവിടെയാണ് ശേഷാചലം ബയോസ്ഫിയർ റിസർവ്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി,
ആന്ധ്രാപ്രദേശിലാണ് ശേഷാചലം ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, റംസാർ സൈറ്റ്സ് ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ റംസാർ സൈറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. സോ ശേഷാചലം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. So the program of Biosphere Reserve was initiated by UNESCO in 1971. Presently, there are 18 notified biosphere reserves in India. ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഏതായിരുന്നു ഇന്ത്യയിലെ? 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആയിരുന്നു. ഓക്കെ, തമിഴ്നാട്, കേരള, കർണാടക എന്നീ റീജിയൻസിലാണ് ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. സോ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്തിലെ, അതാണ് ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. സ്മോളസ്റ്റ് ഏതാണ്? സ്മോളസ്റ്റ് നമ്മുടെ അസ്സാമിലെ ഡിബ്രോ ഷിഖോവ. ഓക്കെ, ഡിബ്രോ ഷിഖോവ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ക്യൂട്ടായിട്ടൊരു പേര് തോന്നുന്നു അല്ലെ, ഡിബ്രു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഡിബ്രു ഷിഖോവ ഇതാണ് നമ്മുടെ അസ്സാമിലെയാണ് ഏറ്റവും കുഞ്ഞ് ബയോസ്ഫിയർ റിസർവ്. Now, ഫസ്റ്റ് മെറൈൻ ബയോസ്ഫിയർ ഇൻ ഇന്ത്യ ഏതാണ്? ഗൾഫ് ഓഫ് മന്നാർ. മെറൈൻ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗൾഫ് ഓഫ് മന്നാർ ഇൻ തമിഴ്നാട്. ഓക്കെ, 16th question. Which of the following countries will jointly organize the FIH Women's Hockey World Cup from 1st to 17th July 2022? ഇത് ഓൾറെഡി കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം, ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്. സോ വിമൻസ് ഹോക്കി വേൾഡ് കപ്പ് 2022 1st ജൂലൈ തൊട്ട് 17th ജൂലൈ വരെ ആയിരുന്നു. ഇത് ആരാണ് ഇത് നടത്തിയത്? ഏത് കൺട്രീസാണ് ജോയിൻ്റ്ലി നടത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്പെയിൻ ആൻഡ് നെതർലാൻഡ്സ് ചേർന്നാണ് ഇത് നടത്തിയത്. ഓക്കെ, സ്പെയിൻ ആൻഡ് നെതർലാൻഡ്സ് ചേർത്താണ് ഇത് നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇതിൻ്റെ വിന്നേഴ്സ് ആരായിരുന്നു? ഓക്കെ, ഈ ട്രോഫി നേടിയത് ആരാണ്? നെതർലാൻഡ്സ് ആണ് ജയിച്ചത്. നയൻത്ത് ടൈം നെതർലാൻഡ്സ് ആണ് ഇത് വിൻ ചെയ്തത്, ഡിഫീറ്റിംഗ് അർജന്റീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദ ഫോളോയിങ് വൺ അർജുന അവാർഡ് 2021 ഇൻ കബഡി? അപ്പോൾ കബഡിക്ക് വേണ്ടിയിട്ട് അർജുന അവാർഡ് 2021 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അർജുന അവാർഡ് 2021 കബഡിക്ക് വേണ്ടിയിട്ട് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സന്ദീപ് നർവാലിനാണ്. ഓപ്ഷൻ സി, സന്ദീപ് നർവാലിനാണ് കബഡിക്ക് വേണ്ടിയിട്ട് 2021 അർജുന അവാർഡ് ലഭിച്ചത്. സോ ഇനി നമുക്ക് 2021 നിന്ന് അങ്ങനെ ചോദ്യം വരാൻ ചാൻസ് കുറവാണ്. 2022 നമ്മൾ അറിഞ്ഞിരിക്കണം. 2022 ആർക്കൊക്കെയാണ് ലഭിച്ചത്? സോ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അർജുന അവാർഡും ദ്രോണാചാര്യ അവാർഡിൻ്റെ ഒക്കെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി എടുക്കുക ആൻഡ് പഠിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഡിസ്കസ് ത്രോന് സീമ പുനിയ ഡിസ്കസ് ത്രോന്. ട്രിപ്പിൾ ജംപ് എൽദോസ് പൗൾ. അതുപോലെ തന്നെ സ്റ്റീപ്പിൾ ചേസ് അവിനാഷ് സബൽ. ബാഡ്മിൻ്റന് ലക്ഷ്യ സേനും HS പ്രണയും. ബോക്സിങ്ങിന് അമിത് പങ്കൽ ബോക്സിംഗ് ആൻഡ് നിഖട്ട് സെറീൻ ബോക്സിംഗ്. ഓക്കെ, അമിത് പങ്കലും നിഖട്ട് സെറീനും ബോക്സിങ്ങിന്. ചെസ്സിന് കിട്ടിയതാണ് ഭക്തി കുൽക്കർണി ആൻഡ് R പ്രജ്ഞാനന്ദ. ഓക്കെ, ഇതൊരു കുട്ടിയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെസ്സിൻ്റേത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. R പ്രജ്ഞാനന്ദ ചെസ്സിന് ലഭിച്ചതാണ്. ഓക്കെ, ദീപ് ഗ്രേസ് എക്ക ഹോക്കിക്ക് വേണ്ടിയിട്ട്. ജൂഡോ സുശീല ദേവി. കബഡി സാക്ഷി കുമാരി. ഓക്കെ, സാക്ഷി കുമാരി കബഡി. ലോൺ ബൗൾ നയൻ മോനി സൈക്കൈ. മൽഖമ്പ് സാഗർ ഉഹാൽക്കർ. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇളവണ്ണീൽ വളരിവൻ. അതുപോലെ തന്നെ ഓം പ്രകാശ് മിഥർവാൽ. ടേബിൾ ടെന്നീസ് ശ്രീജ അക്കുല. വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വികാസ് ഠാക്കൂർ. റെസ്ലിങ്ങിന് അൻഷു സരിത. വുഷുവിന് പ്രവീൺ. പാരാ ബാഡ്മിൻ്റന് 3 പേർക്കാണ്, മാൻസി ജോഷി, തരുൺ ധില്ലൻ ആൻഡ് സ്വപ്നിൽ പട്ടേൽ. ആൻഡ് ഡെഫ് ബാഡ്മിൻ്റൻ ജെർലിൻ അനിക ജെ. ഓക്കെ, സോ ഇവരെല്ലാവരും അർജുന അവാർഡ് ലഭിച്ച ആൾക്കാരാണ്. ദ്രോണാചാര്യ അവാർഡ് നമുക്ക് നോക്കാം. ദ്രോണാചാര്യ അവാർഡ് റെഗുലർ ഉണ്ട്, ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് റെഗുലർ 4 പേർക്കാണ്. ആർച്ചറിക്ക് വേണ്ടിയിട്ട് ജീവൻ ജ്യോത് സിംഗ് തേജ. ബോക്സിങ്ങിന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി കമർ. പാരാഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സുമ സിദ്ധാർത്ഥ് ഷിരൂർ. റെസ്ലിങ്ങിന് സുജീത് മാൻ.
സോ ഈ 4 പേർക്കാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? കോച്ചസിനാണ് കേട്ടോ. ഓർക്കുക, കോച്ചസിന് കൊടുക്കുന്നതാണ് ദ്രോണാചാര്യ അവാർഡ്. സോ ഈ 4 പേർക്കാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം കിട്ടിയത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ്. ദിനേശ് ജവഹർലാൽ ക്രിക്കറ്റിന്, വിമൽ പ്രഫുല്ല ഘോഷ് ഫുട്ബോളിന്, ആൻഡ് റെസ്ലിംഗിന് രാജ് സിംഗിന്. ഓക്കെ, ഇതാണ് ദ്രോണാചാര്യ അവാർഡ്സ്. അപ്പോൾ നമ്മൾ അർജുന അവാർഡ്സും കണ്ടു, ദ്രോണാചാര്യ അവാർഡ്സും കണ്ടു. നെക്സ്റ്റ് ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. ധ്യാൻ ചന്ദ് അവാർഡ്, മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. യെസ്, അപ്പോൾ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അത്ലറ്റിക്സിൽ അശ്വിനി അക്കുഞ്ചി സി. അശ്വിനി അക്കുഞ്ചി സി അത്ലറ്റിക്സിന്. ഹോക്കിക്ക് ധർമ്മവീർ സിംഗ്, കബഡിക്ക് BC സുരേഷ്, ആൻഡ് പാരാ അത്ലറ്റിക്സിൽ നീർ ബഹാദൂർ ഗുരു. അപ്പോൾ ഈ ലിസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ആർക്കൊക്കെയായിരുന്നു? സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചായിട്ട് പഠിച്ചാൽ മതി. എല്ലാം കൂടി ഒരു ദിവസം പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത്, റിലാക്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് പോകുക, ആർക്കൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും തന്നെ നമുക്ക് റിവൈസ് ആവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യങ്ങസ്റ്റ് പെർക്യൂഷനിസ്റ്റ് ടു ബി അവോർഡഡ് പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? സോ യങ്ങസ്റ്റ് പെർക്യൂഷനിസ്റ്റ് to receive പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. TH വിനായക് റാം, ശിവമണി, സർവാർ സബ്രി ഓർ ജാക്കിർ ഹുസൈൻ. ആരായിരുന്നു? ഹു വാസ് എ യങ്ങസ്റ്റ് പെർക്യൂഷനിസ്റ്റ് ടു ഗെറ്റ് പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജാക്കിർ ഹുസൈൻ ആണ്. ജാക്കിർ ഹുസൈൻ ആയിരുന്നു തബല പ്ലെയർ. നമ്മുടെ താജ്മഹൽ ചായൻ്റെ ഒക്കെ വാഹ് താജ് എന്നൊക്കെ പറയുന്ന വ്യക്തിയില്ലേ? സോ ജാക്കിർ ഹുസൈൻ ആയിരുന്നു യങ്ങസ്റ്റ് പെർക്യൂഷനിസ്റ്റ് ടു ബി അവോർഡഡ് പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ. He was also awarded സംഗീത നാടക അക്കാദമി അവാർഡ് in 1990. സോ ഇദ്ദേഹമാണ് ജാക്കിർ ഹുസൈൻ. In 1999, he was awarded United States National Endowment for the Arts National Heritage Fellowship, the highest award given to the traditional artists and musicians. ആണ് ഇത് highest award given to traditional artists and musicians ആണ് United States National Endowment for the Arts National Heritage Fellowship. അത് 1999 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 19th question. Which cell theory proved that quasi-fluid nature of lipid enables lateral movement of protein within the overall bilayer? So ഏത് തിയറി പ്രകാരമാണ് quasi-fluid nature of this lipid enables lateral movement of protein within the bilayer എന്ന് പറയുന്നത്? ഫ്ലൂയിഡ് മൊസൈക്ക് തിയറിയാണ്. ഓപ്ഷൻ ബി, ഫ്ലൂയിഡ് മൊസൈക്ക് തിയറിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സോ ഫ്ലൂയിഡ് മൊസൈക്ക് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തത്? 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഫ്ലൂയിഡ് മൊസൈക്ക് തിയറി പ്രപ്പോസ് ചെയ്തത്. ഹിയർ ഇസ് എ ലിപ്പിഡ് ലെയർ ഇൻ വിച്ച് പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ എംബഡഡ്. ഒരു ലിപ്പിഡ് ബൈലെയർ ആണ്, അതിലാണ് പ്രോട്ടീൻ മോളിക്യൂൾസ് എംബഡഡ് ആയിരിക്കുന്നത്. ദ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഗിവ്സ് ഫ്ലൂയിഡിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ടു ദ മെംബ്രെയിൻ. അപ്പോൾ ഈ ലിപ്പിഡ് ബൈലെയർ ആണ് ഇതിന് ഈ ഫ്ലൂയിഡിറ്റി, ഒരു മെംബ്രെയിനിന് ഫ്ലൂയിഡിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി നൽകുന്നത്. Now the cell theory പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. ഫ്ലൂയിഡ് മൊസൈക്ക് തിയറി സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. 20th question. In the absence of Speaker and Deputy Speaker of Lok Sabha, who presides the joint sitting of the two houses of parliament? So സ്പീക്കറും സാധാരണ രീതിയിൽ നമ്മുടെ ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുന്ന സമയത്ത് അത് സ്പീക്കറാണ് അത് പ്രിസൈഡ് ചെയ്യേണ്ടത് അല്ലേ? ലോക്സഭാ സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കണം. സ്പീക്കറും ഇല്ല ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് സിറ്റിംഗ് ആരായിരിക്കും പ്രിസൈഡ് ചെയ്യേണ്ടത്? എനി സീനിയർ മെമ്പർ ഓഫ് രാജ്യസഭ, എനി സീനിയർ മെമ്പർ ഓഫ് ലോക്സഭ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഓർ ചെയർമാൻ ഓഫ് രാജ്യസഭ. ആരായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ് കേട്ടോ. പലരും തെറ്റിച്ച് ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് എഴുതും. ചെയർമാൻ ഓഫ് രാജ്യസഭ അല്ല, ആരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ. ഇവിടെ ചെയർമാന് റോളൊന്നും ഇല്ല. അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ് ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടത്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എന്നുണ്ടെങ്കിൽ. സോ ആരാണ് ഈ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്? ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ് ഈ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടത് ആൻഡ് സ്പീക്കറാണ് ഇത് പ്രിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജോയിൻറ്റ് സിറ്റിംഗ് എപ്പോഴൊക്കെയാണ് വിളിച്ചു കൂട്ടേണ്ടത്? ടു റിസോൾവ് എ ഡെഡ് ലോക്ക് ഓവർ എ ബിൽ. ഏത് ടൈപ്പ് ഓഫ് ബില്ല്? ഓർഡിനറി ബില്ല് ഓർ ഫിനാൻസ് ബില്ല്. ഓർഡിനറി ബില്ല് ഓർ ഫിനാൻസ് ബില്ല് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ച് ആ ഒരു ഡെഡ് ലോക്ക് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡെഡ് ലോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടും ആൻഡ് അത് പ്രിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? സ്പീക്കറാണ്. ഓക്കെ, ലോക്സഭ സ്പീക്കറാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ്സ്. നൗ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാന്നുണ്ടെങ്കിൽ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആണിത് പ്രിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, 21ാമത്തെ ചോദ്യം. Who won Major Dhyan Chand Khel Ratna Award 2021 in parachuting discipline? Okay, പാരാഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് 2021 ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നുള്ളത് റീസെൻ്റ്ലി കൊടുത്തൊരു പേരാണ് അല്ലേ. ഇതിന് മുന്നേ ഇതിൻ്റെ പേരെന്തായിരുന്നു? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിൻ്റെ പേര് മാറ്റിയിട്ടാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയത്. സോ 2021 പാരാഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആവണി ലഖാരയാണ്. ഓക്കെ, ആവണി ലഖാര. ഓപ്ഷൻ എ ആവണി ലഖാര നമ്മുടെ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സിൽ മെഡലൊക്കെ നേടിയ ഒരു വ്യക്തിയാണ് ആവണി ലഖാര. സോ പാരാഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചിരുന്നു 2021. സോ ആവണി ലഖാര ഗോൾഡ് മെഡൽ ഇൻ 10 മീറ്റർ എയർ റൈഫിലും ബ്രോൺസ് മെഡൽ 50 മീറ്റർ ഷൂട്ടിങ്ങിനും ലഭിച്ചിരുന്നു ടോക്കിയോ 2020 പാരാ ഒളിമ്പിക്സിൽ. സോ ഇത് 2021 കാര്യമാണ്. 2022 ആർക്കാണ് ലഭിച്ചത്? 2021 ഒരുപാട് പേർക്ക് ലഭിച്ചിരുന്നു കേട്ടോ ഈ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. 2022 ഒരേ ഒരാൾക്കാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? ശരത് കമാലിനാണ്. ഓക്കെ, ശരത് കമാൽ. ടേബിൾ ടെന്നീസിന് വേണ്ടിയിട്ട് ശരത് കമാലിനാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് 2022 ലഭിച്ചത്. 22ാമത്തെ ചോദ്യം. ദ ടേം ചെക്ക്മേറ്റ് is used in which of the following sports? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്പോർട്സിൽ നിന്ന് പ്രതീക്ഷിക്കുക കേട്ടോ. ഒരു നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനം, ഓക്കെ, അത് കൊടുത്തിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ ചില ടേംസ് ചില സ്പോർട്സിന് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഏത് സ്പോർട്സിനാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചെക്ക്മേറ്റ് നമ്മൾ ഏത് സ്പോർട്സിനാണ് ചെക്ക്മേറ്റ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വീട്ടിലൊക്കെ കളിക്കുന്നതാണ് അല്ലേ. എന്താണ് നമ്മൾ ചെക്ക് പറയുന്നത് എപ്പോഴാണ്? ചെസ്സ് കളിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ചെസ്സിലാണ് നമ്മൾ ചെക്ക്മേറ്റ് യൂസ് ചെയ്യുന്നത്. സോ ചെക്ക്മേറ്റ് ഇസ് എ വേർഡ് വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം പേർഷ്യൻ ഫ്രേസ് ഷാഹ് മാത്ത്. ഓക്കെ, ഷാഹ് മാത്ത്. ഷാഹ് എന്ന് പറയുന്നത് എന്താണ്? കിങ് അല്ലേ. കിങ്. മാത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താ പറയുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡെഡ്. ഓക്കെ, സോ ദ കിങ് ഇസ് ഡെഡ്. നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു കിൽ യുവർ കിങ് എന്ന് പറഞ്ഞ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നതാണ് ചെക്ക്മേറ്റ് എന്ന് പറയുന്നത്. സോ ദ വേർഡ് ചെക്ക്മേറ്റ് ഇൻ ചെസ് ഒറിജിനേറ്റ്സ് ഫ്രം പേർഷ്യൻ ഫ്രേസ് ഷാഹ് മാത്ത്. ഓക്കെ, വിച്ച് മീൻസ് ദ കിങ് ഇസ് ഡെഡ്. നൗ ചെസ് ബോർഡിനകത്ത് എത്ര സ്ക്വയർസ് ഉണ്ടെന്നൊക്കെ ചോദിക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. 64 സ്ക്വയർസ് ആണ് ചെസ് ബോർഡിലുള്ളത്. നൗ ഈച്ച് പ്ലെയർ സ്റ്റാർട്ട്സ് വിത്ത് 16 പീസസ് അല്ലേ. 16 പീസസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 പോൺസ്. ഫസ്റ്റ് ഫ്രണ്ടിൽ നമ്മുടെ 8 സോൾജേഴ്സിനെയാണ് നമ്മൾ നിർത്തുന്നത്. അതിൻ്റെ പുറകിൽ നമ്മുടെ 2 നൈറ്റ്സ്, അതുപോലെ 2 ബിഷപ്സ്, 2 റൂക്സ്, 1 ക്വീൻ ആൻഡ് 1 കിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്സിലെ കോയിൻസ് എന്ന് നമ്മൾ പറയുന്നത്, മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. 64 സ്ക്വയർസ് ആണുള്ളത്. ചെക്ക് മേറ്റ് നമ്മൾ കിങ്ങിനെ കൊല്ലാൻ പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ പറയുന്നതാണ് ചെക്ക് മേറ്റ്. 23rd ക്വസ്റ്റ്യൻ നോക്കാം. On 21st January 2022, 3 states observed their 50th statehood day. ഓക്കെ, അപ്പോൾ 21st January 2022 3 സ്റ്റേറ്റ്സ് ആണ് അവരുടെ സ്റ്റേറ്റ്ഹുഡ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എമംഗ്സ്റ്റ് ദം? ഓക്കെ, ഇതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര ഓർ മണിപ്പൂർ. ഇതിലേതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ്. ഓക്കെ, നാഗാലാൻഡ് ഇതിലല്ല വരുന്നത്. ഓക്കെ, മേഘാലയ, ത്രിപുര, മണിപ്പൂർ ഈ 3 സ്റ്റേറ്റ്സിൻ്റെ സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ് 21st January എന്ന് പറയുന്നത്. 50th സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ് 2022 ഒബ്സർവ് ചെയ്യപ്പെട്ടത്. സോ നാഗാലാൻഡ് ഫോം ചെയ്തത് 1963 On this day in 1972, 3 states, Manipur, Meghalaya and Tripura, they became full-fledged states under the Northeastern Region Reorganization Act of 1971. Assam ഫോം ചെയ്തത് 26th January 1950 ആണ്. നാഗാലാൻഡ് 1963 ആണ്. സിക്കിം 1975. ഓക്കെ, ഇതിനും ശേഷമാണ് 1972 ശേഷമാണ് സിക്കിം ഫോം ചെയ്തത്. ആൻഡ് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ അരുണാചൽ പ്രദേശും മിസോറം 1987 ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം അസം 1950, അത് കഴിഞ്ഞ് 63 നാഗാലാൻഡ്, 72 മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഫോം ചെയ്തു, 75 സിക്കിം ആൻഡ് 1987 മിസോറമും അരുണാചൽ പ്രദേശും. 24ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ഒപ്റ്റിക്സ് the refractive index of a substance is described by the formula n is equal to c by v.
where C is dash. C എന്ന് പറയുന്നത് എന്താണ്? സോ ഇൻ ഒപ്റ്റിക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുലയാണ് N is equal to C by V. അപ്പോൾ അതിൽ C എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. C എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഞാൻ എല്ലാ ഓപ്ഷൻസും വായിച്ച് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അതാണ് C. സോറി. ഓക്കെ, സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് നമ്മൾ C എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മെഷർ ഓഫ് ബെൻഡ് ഓഫ് ലൈറ്റ് റേ വെൻ പാസിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട്, ലൈക്ക് എയറിൽ നിന്ന് വാട്ടറിലോട്ട് പോകുമ്പോൾ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ മെഷർ, അതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മെഷർ ഓഫ് ബെൻഡ് ഓഫ് ലൈറ്റ് റേസ് വെൻ പാസിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് റേ ഇൻ ആൻ എംപ്റ്റി സ്പേസ് to the velocity of light in the substance. അതായത് N is equal to C by V. ഇതിൽ N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് നമ്മളിപ്പോൾ പറഞ്ഞു, ആൻഡ് V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ആ സബ്സ്റ്റൻസ്. ഏതിലേക്കാണ്, ഏത് സബ്സ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്, അതിലെ അതാണ് V എന്ന് പറയുന്നത്. ഓക്കെ, 25th question. Which is the largest continental shelf in the world? Largest continental shelf. See, basically ഒരു ലാൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഓഷ്യൻ തുടങ്ങുകയാണ് സപ്പോസ് ഇവിടെ. അപ്പോൾ ഓഷ്യൻ തുടങ്ങുന്ന, ഈ സീ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ദൂരം കൂടി ലാൻഡ് ഉണ്ടാവും അല്ലേ? ഷാലോ റീജിയൻ ആയിരിക്കും. അപ്പോൾ ഈ ഭാഗം വളരെ ഷാലോ ആയിരിക്കും. അപ്പോൾ ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. അപ്പോൾ ഇത് ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻ്റൽ ഷെൽഫ് ഉള്ളത് എവിടെയാണെന്നാണ്, ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സൈബേറിയൻ ഷെൽഫ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ. ഓപ്ഷൻ ഡി, സൈബേറിയൻ ഷെൽഫ് ഇൻ ദ ആർട്ടിക് റീജിയൻ ആണ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. അടുത്ത സ്ലൈഡിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് കോണ്ടിനെൻ്റൽ ഷെൽഫ് എവിടെയാണ്? സൈബേറിയൻ ഷെൽഫ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ ആണ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. സി, ഇതാണ് നമ്മുടെ കോണ്ടിനെൻ്റൽ ഷെൽഫ്. ഇവിടെ കണ്ടോ, ഇത് ഇത്രയും. ഓക്കെ, ഈ ലാൻഡിൻ്റെ പാർട്ട് ഇവിടെ പറയുമ്പോൾ ഇതിൽ വെള്ളം കവേർഡാണ്, പക്ഷെ ലാൻഡിനോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ കിടക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഈ പാർട്ടിനെയാണ് നമ്മൾ കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. ഇത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. സോ ദ ഏരിയ ഓഫ് ദ സീ ബെഡ് അറൗണ്ട് എ ലാർജ് ലാൻഡ് മാസ് where sea is relatively shallow. ഓക്കെ, അപ്പോൾ ഇവിടെ sea will be shallow compared to the ocean deep. ഇവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ഭാഗം വളരെ ഷാലോ ആണ് അല്ലേ? അതായത് ആഴം കുറവാണ്, ഡെപ്ത് കുറവാണ്. The continental shelf is geologically part of the continental crust. Okay, now India's Tamil Nadu has the largest continental shelf. ഇന്ത്യയിൽ തമിഴ്നാടുവിനാണ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റൽ ഷെൽഫ് ഉള്ളത്. അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, അബൈസൽ പ്ലെയിൻ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് കോണ്ടിനെൻ്റൽ സ്ലോപ്പ് ആണ്, സോ ഇത് അബൈസൽ പ്ലെയിൻ ആണ്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ടേംസ് ഒക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ, ജിയോഗ്രഫി പഠിച്ചപ്പോൾ. നെക്സ്റ്റ് 26th question. Which French chemist summarized his experiment in 1806 and proved that mass ratio of elements in a chemical compound is always same regardless of the source of the compound? Okay, അപ്പോൾ മാസ് റേഷ്യോ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എലിമെൻറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ സപ്പോസ് വാട്ടർ H2O, അതിൻ്റെ എലിമെൻറ്റ്സ് ആണ് ഹൈഡ്രജനും ഓക്സിജനും. നമ്മൾ എവിടെ നിന്ന് വാട്ടർ എടുത്താലും ശരി അതിൻ്റെ അകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്തത് 1806 ഏത് കെമിസ്റ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫ്രഞ്ച് കെമിസ്റ്റ് ആണ് ഇത് പ്രൂവ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോസഫ് പ്രോസ്റ്റ് ആണ്. ഓക്കെ, ജോസഫ് പ്രൗസ്റ്റ് ആണ് ഇത് പ്രൂവ് ചെയ്തത്. അതായത് മാസ് റേഷ്യോ ഓഫ് എലിമെന്റ് ഇൻ ദ കെമിക്കൽ കോമ്പൗണ്ട് ഈസ് ഓൾവേസ് സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ സോഴ്സ് ഓഫ് ദ കോമ്പൗണ്ട്. ഇൻ കെമിസ്ട്രി ലോ ഓഫ്, ഇതിനാണ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്നും പറയുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, സംടൈംസ് കോൾഡ് പ്രോസ്റ്റ്സ് ലോ ഓർ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, സ്റ്റേറ്റ്സ് ദാറ്റ് a given chemical compound always contains its component elements in fixed ratio by mass and it does not depend upon the source or method of preparation. എങ്ങനെ പ്രിപ്പയർ ചെയ്താലും ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് H2O തന്നെ ആയിരിക്കും, സോൾട്ട് എന്ന്, കോമൺ സോൾട്ട് എന്ന് പറയുന്നത് NaCl ആയിരിക്കും അല്ലേ? സോ ഇവിടെ നിന്ന് എടുത്താലും ഇത് തന്നെയായിരിക്കും അതിൻ്റെ കെമിക്കൽ ഫോർമുല, ഇത് തന്നെയായിരിക്കും അതിൻ്റെ പറഞ്ഞ പോലെ കോമ്പോസിഷൻ. ഓക്കെ, 27th question. The state shall not discriminate against any citizen on grounds of religion, race, caste, sex, place of birth or any of them. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ സിറ്റിസൻസിനെ വേർതിരിക്കില്ല, അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. ഇത് നമ്മുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 19,
23, 15 or 14. ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഏത് ഫണ്ടമെന്റൽ റൈറ്റിന് പ്രകാരമാണ് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് സിറ്റിസൺസ് എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 15 അകത്താണ്. ആർട്ടിക്കിൾ 15 അകത്താണ് പറയുന്നത്. അതായത് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി, ആദ്യം വരുന്ന റൈറ്റ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി, അതിൻ്റെ അകത്താണ് വരുന്നത്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ അകത്ത് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ഭാഗങ്ങളും പല കൺസെപ്റ്റ്സും നമ്മൾ പല കൺട്രീസിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് DPSP എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഇംപീച്ച്മെൻറ്റ് നമ്മൾ എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് പ്രസന്റ്ലി ഉള്ളത്. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയപ്പോൾ നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതിൽ ഒന്നായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി, അതെടുത്ത് മാറ്റി ഇപ്പോൾ പ്രസന്റ്ലി നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ് 14 തൊട്ട് 18 വരെയുള്ള റൈറ്റ്സ്. സോ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ആർട്ടിക്കിൾ 15 റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ. റൈറ്റ് ടു ഫ്രീഡമിലാണ് 19 തൊട്ട് 22 വരെ വരുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 2 എണ്ണേ ഉള്ളൂ, 23ഉം 24ഉം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29, 30. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മുടെ റിട്സ് ഒക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ് 32 to 35. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് 31 എവിടെ പോയത്? അപ്പോൾ 31 ആയിരുന്നു നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. സോ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി, ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റി അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഓക്കെ, സോ അതിപ്പോൾ ഇവിടെ ഇല്ല, ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞു. E.M. Subramaniam was an exponent of the dash, a musical instrument. സോ ഇതിൽ ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എക്സ്പോണൻ്റ് ആയിരുന്നു E.M. സുബ്രഹ്മണ്യം? മാൻഡോലിൻ, ഗിറ്റാർ, ഘടം ഓർ പഖാവാജ്? ശരിയായ ഉത്തരം ഘടം, ഓപ്ഷൻ സി ഘടം. ഓക്കെ, ഘടം പ്ലെയർ ആണ് E.M. സുബ്രഹ്മണ്യം. He was awarded the title of Kalaimamani in 2000 and recognized with a Sangeeta Natak Academy Award in Ghadam in 2011. Okay. Pandit Ravi Shankar, a music legend, is famous for which of the following styles of music? Pandit Ravi Shankar വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ലെജൻഡ് ആണ് പണ്ഡിറ്റ് രവി ശങ്കർ. സോ അദ്ദേഹം ഏത് ഫോം ഓഫ് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് ഫേമസ്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കൽ, കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഓർ കർണാട്ടിക് ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ ആണ് പണ്ഡിറ്റ് രവി ശങ്കർ. സോ അദ്ദേഹം ബേസിക്കലി സിതാർ പ്ലെയർ ആണ് അല്ലേ, ഇദ്ദേഹമാണ് പണ്ഡിറ്റ് രവി ശങ്കർ. അപ്പോൾ ഇദ്ദേഹം സിതാർ പ്ലെയർ ആണ്. ഓക്കെ, awarded India's highest civilian awardആയ ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. 1999 ഭാരത് രത്ന ലഭിച്ചതാണ് പണ്ഡിറ്റ് രവി ശങ്കർ. 1981 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1967 പത്മഭൂഷൺ ആൻഡ് 1962 സംഗീത നാടക് അക്കാഡമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്ന 1999 ലഭിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലൈംസ്റ്റോൺ കേവ് ഇൻ ഇന്ത്യ? ലൈംസ്റ്റോൺ കേവ്, ഇതിൽ ലൈംസ്റ്റോൺ കേവ് ഏതാണ്? ഉണ്ടാവലി കേവ്സ്, വരാഹ കേവ്സ്, ബോറ കേവ്സ് ഓർ ഭീംബേട്ക കേവ്സ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബോറ കേവ്സ് ആണ്. ലൈംസ്റ്റോൺ കേവ്സ് ഇതിലെ ബോറ കേവ്സ് ആണ്. സോ ബോറ കേവ്സ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ബോറ കേവ്സ്. ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് ഉണ്ടാവലി കേവ്സും. ഇത് ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലാണ്. മോണോലിത്തിക് കേവ് കാർവ്ഡ് ഔട്ട് ഓഫ് സാൻഡ് സ്റ്റോൺ ആണ്. ഓക്കെ, സാൻഡ് സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന കേവ്സ് ആണ് ഉണ്ടാവലി കേവ്സ്, ആന്ധ്രാപ്രദേശിൽ തന്നെ. ഭീംബേട്ക കേവ്സും സാൻഡ് സ്റ്റോൺ കേവ്സ് ആണ്. മധ്യപ്രദേശിലുള്ള സാൻഡ് സ്റ്റോൺ കേവ്സ് ആണ് ഭീംബേട്ക. വരാഹ കേവ്സ് തമിഴ്നാടുവിലാണ് ഉള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഇസ് നോട്ട് ഓഫേർഡ് ബൈ കാളിദാസ് സമ്മാൻ? കാളിദാസ് സമ്മാനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, പപ്പറ്റ്രി ഓർ പ്ലാസ്റ്റിക് ആർട്ട്? ഇതിൽ ഏത് ഫീൽഡിൽ കാളിദാസ് സമ്മാനിന് ആ അവാർഡ് കൊടുക്കാറില്ല? കാളിദാസ് സമ്മാൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് 4 സെക്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, 4 സെക്ഷൻസിലാണ് കാളിദാസ് സമ്മാൻ നൽകുന്നത്. സോ ഇതിൽ ഏതാണ് വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം പപ്പറ്റ്രിക്ക് കൊടുക്കാറില്ല. ഓക്കെ, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്,
തിയേറ്റർ ആൻഡ് പ്ലാസ്റ്റിക് ആർട്ടാണ്. ഓക്കെ, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, തിയേറ്റർ ആൻഡ് പ്ലാസ്റ്റിക് ആർട്ടിലുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് കാളിദാസ് സമ്മാൻ നൽകുന്നത്. പപ്പറ്റ്രി അതിൽ ഇൻക്ലൂഡഡ് അല്ല. So prestigious art award presented annually by the government of Madhya Pradesh. കാളിദാസ് സമ്മാൻ മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് നൽകുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1980-ലാണ്. 1980-ലാണ് ഫസ്റ്റ് കാളിദാസ് സമ്മാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ് ഈസ് പ്രസന്റഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ വൺ ഓഫ് ദ 4 കാറ്റഗറീസ്. ഏതാണ് ഈ 4 കാറ്റഗറീസ്? ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, തിയേറ്റർ ഓർ പ്ലാസ്റ്റിക് ആർട്സ്. ഇതിലുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് കാളിദാസ് സമ്മാൻ ഏത് സ്റ്റേറ്റ് ആണ്? മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്നത്. 32ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡാപ്റ്റേഷൻ വാസ് റിട്ടൺ ബൈ ദ ലെജൻഡറി ആക്ടർ ദേവാനന്ദ് ഓഫ് ഹിന്ദി ഫിലിംസ്? സോ ദേവാനന്ദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴയകാല നടനാണ് അല്ലേ ദേവാനന്ദ്. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റോറി പറയുന്നത് ഏത് ബുക്കിലാണ്? റൊമാൻസിങ് വിത്ത് ലൈഫ്, ദ സാത്താൻസ് ആൻഡ് ദ ഷാഡോസ്, ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ആക്ടർ, ബ്രേക്കിംഗ് ദ കോഡ്, മൈ ജേർണി ഇൻ ബോളിവുഡ്. ഇതിലേതാണ്? സോ ഓപ്ഷൻ എ റൊമാൻസിങ് വിത്ത് ലൈഫ് ആണ് കേട്ടോ. റൊമാൻസിങ് വിത്ത് ലൈഫ്. സോ ദേവാനന്ദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് റൊമാൻസിങ് വിത്ത് ലൈഫ്. ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ആക്ടർ എന്ന് പറയുന്ന ബുക്ക് ഓട്ടോബയോഗ്രഫി ഓഫ് ശിവാജി ഗണേശനാണ്. ശിവാജി ഗണേശൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ആക്ടർ എന്ന് പറയുന്നത്. ആയുഷ്മാൻ ഖുറാന ആൻഡ് താഹിര കശ്യപ് അവരുടെ ബുക്കാണ്. ആയുഷ്മാൻ ഖുറാന എന്ന് പറയുന്ന ബോളിവുഡ് ആക്ടറിൻ്റെ സ്റ്റോറിയാണ് ക്രാക്കിംഗ് ദ കോഡ്, മൈ ജേർണി ഇൻ ബോളിവുഡ് എന്ന് പറഞ്ഞത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രേക്കിംഗ് ദ കോഡാണ്. സോ ക്രാക്കിംഗ് ദ കോഡ്, മൈ ജേർണി ഇൻ ബോളിവുഡ് എന്ന് പറയുന്ന ആയുഷ്മാൻ ഖുറാനയുടെ ബുക്കാണ്. ഓക്കെ, ഓട്ടോബയോഗ്രഫിയാണ്. 33ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ബ്രയോഫൈറ്റ്? നമ്മുടെ പ്ലാന്റ് കിങ്ഡമിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് പഠിക്കുന്നതാണ് ബ്രയോഫൈറ്റ്സ് അല്ലെ. താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഓർമ്മയുണ്ടല്ലോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്രയോഫൈറ്റ് ദാറ്റ് ലിവ്സ് ഇൻ മെനി എൻവയൺമെന്റ്സ് ആൻഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് സ്മോൾ ഫ്ലാറ്റൻഡ് ലീഫ്, റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് ആൻഡ് പെരിസ്റ്റോം. സോ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ബ്രയോഫൈറ്റ് ആണ്. ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ഫ്ലാറ്റൻഡ് ലീഫ് ഉണ്ട്, പിന്നെ റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് ആൻഡ് പെരിസ്റ്റോം ഉണ്ട്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ പ്ലാന്റ് കിങ്ഡം നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ഫാനറോഗ്യാംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെ നമ്മൾ ഫാനറോഗ്യാംസിൻ്റെ അകത്തും, ഇത് പ്രൊഡ്യൂസ് ചെയ്യാത്തത് ഫ്ലവേഴ്സും സീഡ്സും ഒന്നും ഇല്ലാത്തതാണ് നമ്മുടെ ക്രിപ്റ്റോഗ്യാംസിൽ വരുന്നത്. ക്രിപ്റ്റോഗ്യാംസിൻ്റെ അകത്താണ് നമ്മുടെ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ വരുന്നത്. താലോഫൈറ്റ എന്ന് പറയുന്നത് വെറുതെ ഒരു താലസ് പോലെ ഇരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് എന്ന് പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു താലസ് പോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ താലോഫൈറ്റ എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലീഫ്, റൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ സാധനങ്ങൾ ഇരിക്കുന്ന കാണാം, സ്ട്രക്ചർ ലൈക്ക് ദാറ്റ്. പക്ഷേ അത് ട്രൂ അല്ല. ഓക്കെ, ഫോൾസ് റൂട്ട്, സ്റ്റെം, ലീഫ് ഒക്കെയാണ് ഉള്ളത്. അതാണ് നമ്മൾ പറയുന്നത് റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ബ്രയോഫൈറ്റ എന്ന് പറയുന്നത്. ആൻഡ് ടെറിഡോഫൈറ്റ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു ട്രീ ആണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഫ്ലവേഴ്സും സീഡ്സും ഇല്ല. ഓക്കെ, സോ ഇതാണ് ഒരു 3 പിന്നെ നമ്മുടെ ഫാനറോഗ്യാംസിൽ വരുന്നതാണ് നമ്മുടെ ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ബ്രയോഫൈറ്റ്സിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ബ്രയോഫൈറ്റ്സ്, ഇതിൽ ഏതാണ് ബ്രയോഫൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫ്യൂനേരിയ ആണ്. ഓക്കെ, ഫ്യൂനേരിയ. ബാക്കി ഓപ്ഷനിലുണ്ടായിരുന്ന യൂളോത്രിക്സ്, ക്ലാഡോഫോറ, അലുവ ഇതെല്ലാം തന്നെ നമ്മുടെ താലോഫൈറ്റ ആണ്. ഓക്കെ, താലോഫൈറ്റ. ബ്രയോഫൈറ്റ ഫ്യൂനേരിയ ആണ്. സി ഇതാണ് നമ്മുടെ ഫ്യൂനേരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മതിലിൻ്റെ ഒക്കെ പുറത്ത് മഴയെല്ലാം കഴിയുമ്പോൾ കുഞ്ഞായിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഉടക്കി കളിക്കില്ലേ, നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച്, അതാണ് ഈ ഫ്യൂനേരിയ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ദേ ഡോണ്ട് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ്, റീപ്രൊഡ്യൂസ് ത്രൂ സ്പോർസ് ആൻഡ് ദേ നീഡ് വാട്ടർ ഫോർ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ബ്രയോഫൈറ്റ്സിനെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് പറയുന്നത്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുന്നത്. സോ പ്ലാന്റ് കിങ്ഡമിൽ ആംഫീബിയൻസ് ആരാന്ന് ചോദിച്ചാൽ അത് ബ്രയോഫൈറ്റ്സ് ആണ്. ഓക്കെ, എക്സാമ്പിൾ മോസസ്, ഹോൺവേർഡ്സ്, ലിവർവേർഡ്സ് ഇതൊക്കെയാണ് ബ്രയോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, 34ാമത്തെ ചോദ്യം. 34th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലേക്ക് ഇസ് ദ റിസൾട്ട് ഓഫ് ടെക്ടോണിക് ആക്ടിവിറ്റീസ്? ടെക്ടോണിക് ആക്ടിവിറ്റി കാരണം ഉണ്ടായ ഇന്ത്യയിലെ ലേക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുളാർ ലേക്ക്, ബാരാപനി ലേക്ക്, ഡൽ ലേക്ക് ഓർ ലോക്ടക് ലേക്ക്. ഇതിലേതാണ് ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണം ഉണ്ടായ ലേക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബുളാർ ലേക്ക് ആണ്. ഓക്കെ,
സോ വുളാർ ലേക്കിൻ്റെ പ്രത്യേകത ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യയാണ്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ഓക്കെ, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യയാണ് വുളാർ ലേക്ക്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഏഷ്യയുമാണ്. ഓക്കെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് വുളാർ ലേക്ക്. ഇതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ജമ്മു ആൻഡ് കശ്മീരിലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബന്ദിപ്പോര ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ. സ്റ്റേറ്റ് അല്ല, യൂണിയൻ ടെറിട്ടറിയാണ് വരേണ്ടത്. സോ ദിസ് ലേക്ക് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഇസ് നറിഷ്ഡ് ബൈ ഝേലം റിവർ. ഓക്കെ, അപ്പോൾ ഈ ലേക്കിലോട്ടുള്ള വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? ഝേലം റിവറിൽ നിന്നുള്ള വെള്ളമാണ് നമ്മുടെ വുളാർ ലേക്കിലേക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, who among the following personalities has written the national song വന്ദേ മാതരം? വളരെ സിമ്പിളാണ് അല്ലേ. വന്ദേ മാതരം എഴുതിയത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നും പറയാറുണ്ട്, രണ്ടും സെയിം ആണ്. സോ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ എഴുതിയതാണ് നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം. നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഈവൻ നമ്മുടെ ബാംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തം അമാർ ഷൊനാർ ബാംഗ്ല, അതും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, ബംഗാൾ പാർട്ടീഷൻ്റെ സമയത്താണ് അദ്ദേഹം അത് എഴുതിയത്. പിന്നീട് ബാംഗ്ലാദേശ് ഫോം ചെയ്തപ്പോൾ അവരത് അവരുടെ നാഷണൽ ആന്തമായിട്ട് സ്വീകരിക്കുകയായിരുന്നു. നെക്സ്റ്റ്, 36th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എലിമെൻറ്റ് ദാറ്റ് ഹെൽപ്സ് ടു ട്രാപ്പ് ലൈറ്റ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ലൈറ്റ് വേണം അല്ലേ, സൺലൈറ്റ് വേണം. അപ്പോൾ ഇത് ട്രാപ്പ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിസ്റ്റേ, മൈലോപ്ലാസ്റ്റ്, കെറോട്ടിനോയിഡ് ഓർ വാക്യൂൾസ്. ഇതിൽ ആരാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന് വേണ്ട ലൈറ്റ് ട്രാപ്പ് ചെയ്യുന്നത്? ശരിയായ ഉത്തരം കെറോട്ടിനോയിഡ്സ് ആണ്. ഓക്കെ, കെറോട്ടിനോയിഡ്സ് ആണ് ലൈറ്റ് ട്രാപ്പ് ചെയ്യുന്നത്. സോ ദീസ് ആർ എസെൻഷ്യൽ പിഗ്മെന്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, absorbs blue-green region of the solar spectrum and transfer the absorbed energy to the chlorophyll and so expand the wavelength range of light that is able to drive photosynthesis. Okay, അപ്പോൾ കെറോട്ടിനോയിഡ്സ് ആണ് ലൈറ്റ് ട്രാപ്പ് ചെയ്യുന്നത്. 37th question, Reni village in Garhwal was known for the what environmental movement in 1970? ഗർവാൾ ഡിസ്ട്രിക്റ്റിലെ റെനി വില്ലേജ്, അവിടെ നടന്ന ഒരു ഫേമസ് മൂവ്മെൻ്റ് ഉണ്ട്. 1970 നടന്ന ഒരു ഫേമസ് മൂവ്മെൻറ്റ്. ഏത് മൂവ്മെൻ്റ് ആണെന്നാണ്? സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻറ്റ്, ജംഗൽ ബച്ചാവോ ആന്തോലൻ ഓർ ആപ്പിക്കോ മൂവ്മെൻറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചിപ്കോ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ചിപ്കോ മൂവ്മെൻറ്റ് എസ്പെഷ്യലി സ്ത്രീകളാണ് ഇതിൽ പങ്കെടുത്തത്. മരം, അതായത് ബേസിക്കലി ഡീഫോറസ്റ്റേഷൻ്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു. മരം വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അഗെയിൻസ്റ്റ് മരത്തിന് ചുറ്റും അവർ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിന്ന് മരം വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സമരമായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെനി വില്ലേജ് ഇൻ ഗർവാൾ. സോ 1970s അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റ് 1973 സ്റ്റാർട്ടഡ് ബൈ സുന്ദർലാൽ ബഹുഗുണ. ഓക്കെ, ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നോൺ വയലൻറ്റ് സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ മൂവ്മെൻറ്റ് ഇൻ റൂറൽ വില്ലേജസ് ബൈ റൂറൽ വില്ലേജസ് പെർട്ടിക്കുലർലി വിമൻ എഗെയിൻസ്റ്റ് റാപ്പിഡ് ഡീഫോറസ്റ്റേഷൻ. 38th question, the Guinness Book World Record for the highest number of songs recorded in a day is held by an Indian playback singer. ഒരു ദിവസം ഏറ്റവും അധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതിനുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ഹൗ മെനി സോങ്സ് ഇൻ എ ഡേ വാസ് റെക്കോർഡഡ്? സോ ആർക്കാണ്, എത്രയാണ്? ഓക്കെ, എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ ആർക്കാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എത്ര സോങ്സ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ 28 സോങ്സ് ആയിരുന്നു. സോ 28 സോങ്സ് ആയിരുന്നു. ഇത് ഓപ്ഷൻ തെറ്റിപ്പോയതാണ്. സോ 28 സോങ്സ് ആയിരുന്നു. സി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 28 സോങ്സ് പാടി കുമാർ സാനു. ഓക്കെ, കുമാർ സാനുവിനാണ് ഈ ഒരു അവാർഡ്, ഈ ഒരു സ്ഥാനം ലഭിച്ചത്. ഓക്കെ, സോ കുമാർ സാനു റെക്കോർഡഡ് മാക്സിമം നമ്പർ ഓഫ് സോങ്സ് ഇൻ എ ഡേ ആൻഡ് ഹി മെയ്ഡ് റെക്കോർഡ് ഇൻ 1993 when he recorded 28 songs in a single day. Next, who among the following is not a part of Union Executive? Union Executiveന്റെ ഭാഗമല്ലാത്തത് ഇതിൽ ആരാണെന്നാണ്? പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഓർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇതെല്ലാം തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലാത്തത് എന്താണ്? സുപ്രീം കോടതി അല്ലേ. സുപ്രീം കോടതി നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. സോ ഓപ്ഷൻ സി, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്സ്. സോ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇത്രയും പേരാണ് വരുന്നത്. ഓക്കെ, യൂണിയൻ എക്സിക്യൂട്ടീവ്സ്, യൂണിയനിലെ എക്സിക്യൂട്ടീവ്സ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. Which group is on the second column from the right?
ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ഇങ്ങനെ വരുന്നത് അല്ലേ? ഇതാണ് ഗ്രൂപ്പ്സ്. സോറി, ഇത് നമ്മുടെ ഇതാണ് ഗ്രൂപ്പുകൾ. ഓക്കെ, ആൻഡ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ പീരിയഡ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ റൈറ്റിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് വരുന്ന നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ഗ്രൂപ്പ് ഈസ് ഓൺ ദ സെക്കൻഡ് കോളം ഫ്രം ദ റൈറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആൻഡ് കണ്ടെയ്ൻസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ ആൻഡ് ടെനിസിൻ. ഇത് വരുന്നത് ഏത് ഗ്രൂപ്പിൻ്റെ അകത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ശരിയായ ഉത്തരം ഗ്രൂപ്പ് 17 ആണ് അല്ലേ? 18 ഗ്രൂപ്പുകളാണ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഫ്രം ദ റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും 17ാമത്തെ ഗ്രൂപ്പാണ് വരേണ്ടത് അല്ലേ? ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി എന്നാണ് പറയുന്നത്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെയാണ് വരുന്നത്. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലിയാണ്. ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി. ഗ്രൂപ്പ് 17 ഹാലജൻസ് ആണ് അല്ലേ? ഈ ഗ്രൂപ്പ് 17 എന്ന് പറയുന്നത് ഹാലജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ വരുന്നത് ഹാലജൻസ് ആണ്. ആൻഡ് ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത് നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്സ്. 18 ഗ്രൂപ്പ്സും നമുക്ക് 7 പീരീഡ്സുമാണ് ഉള്ളത്. സോ 18th ഗ്രൂപ്പാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ ഇത് സെക്കൻഡ് ഫ്രം ദ റൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 17th ഗ്രൂപ്പാണ് വരുന്നത്. The 13th ICC ODI Cricket World Cup will be organized by dash. 13th ICC Cricket വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അത് ഏത് കൺട്രിയാണ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത വരാൻ പോകുന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പാണിത്. ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് ഓർ ഇന്ത്യ. ആരാണിത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യ, ഓപ്ഷൻ ഡി, ഇന്ത്യയാണിത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ 2023 ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടാകാൻ പോകുന്നത്. 13th എഡിഷൻ ആയിരിക്കും ഇത്. ഷെഡ്യൂൾ ടു ബി ഹോസ്റ്റഡ് ബൈ ഇന്ത്യ ഡ്യൂറിങ് October-November 2023. ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ടൈം ദ കോമ്പറ്റീഷൻ ഇസ് ഹെൽഡ് എൻറ്റയർലി ഇൻ ഇന്ത്യ. ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ലൈക്ക് 1987, 96, 2011 ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇന്ത്യ വേറെ ഏതെങ്കിലും ഒരു കൺട്രി ആയിട്ടായിരിക്കും അത് നടത്തിയിരിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ പ്രാവശ്യമാണ്. 13th എഡിഷനാണ് 2023. ഓക്കെ, 23-13 ഓർത്താൽ മതി. 42nd question. Tulsidas Borkar, who was awarded the Padma Shri in 2016, was a dash player. എന്ത് പ്ലെയർ ആയിരുന്നു തുളസിദാസ് ബോർക്കാർ എന്ന് പറയുന്നത്? നാദസ്വരം, ഷെഹനായി, ബാസുരി ഓർ ഹാർമോണിയം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹാർമോണിയം പ്ലെയർ ആയിരുന്നു തുളസിദാസ് ബോർക്കാർ. 43rd question. Straight from the heart, an autobiography. Is autobiography of which of the following Indian cricketers? So ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റേഴ്സിൻ്റെയും ഒരുപാട് ഓട്ടോബയോഗ്രഫീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? കപിൽ ദേവ്, സൗരവ് ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ ഓർ യുവരാജ് സിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫീസ് ഒന്ന് നമ്മൾ പറഞ്ഞു, സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട്. വേറെയും ഉണ്ട്. 1985 അദ്ദേഹം എഴുതിയതാണ് ബൈ ഗോഡ്സ് ഡെക്രി 1985, ക്രിക്കറ്റ് മൈ സ്റ്റൈൽ 1987 ആൻഡ് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് 2004. ഇതെല്ലാം തന്നെ കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫീസ് ആണ്. കപിൽ ദേവിൻ്റെ പ്രത്യേകത ഫസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ടു വിൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിരുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചത് അദ്ദേഹമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടീമായിരുന്നു. സോ അദ്ദേഹമായിരുന്നു ആ സമയത്ത് ക്യാപ്റ്റൻ. സോ ഫസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ടു വിൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ്. യങ്ങസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. ഓക്കെ, അറ്റ് ദ ഏജ് ഓഫ് 24 ടു വിൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫോർ എനി ടീം. 1979-80 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1982 he was awarded പത്മശ്രീ ആൻഡ് 1991 പത്മഭൂഷൺ. ഓക്കെ, നൗ ഓപ്ഷൻസിലുണ്ടായിരുന്ന മറ്റേ ആൾക്കാരാണ് സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, യുവരാജ് സിംഗ്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. ഓക്കെ, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെതാണ്. അതുപോലെ തന്നെ യുവരാജ് സിംഗിൻ്റെതാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗിൻ്റെതാണ്. സൗരവ് ഗാംഗുലിയുടെ ഓട്ടോബയോഗ്രഫിയാണ് എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ്. ഓക്കെ, എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ്. Which of the following cities will be the host of Summer Olympics 2028? സമ്മർ ഒളിമ്പിക്സ് 2028 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് മിഷിഗൻ ആണോ, ഷിക്കാഗോ ആണോ, ന്യൂയോർക്ക് ആണോ, അത് ലോസ് ഏഞ്ചലസ് ആണോ? ഏത് സിറ്റിയാണ് 2028 സമ്മർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലോസ് ഏഞ്ചലസ് ആണ്. ഓക്കെ, സോ സമ്മർ ഒളിമ്പിക്സ് 2028 പറ്റി പറഞ്ഞു. 2024 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ്? പാരീസ് ആണ്. ഓക്കെ, പാരീസിലാണ് സമ്മർ ഒളിമ്പിക്സ് 2024 നടക്കാൻ പോകുന്നത് ആൻഡ് 2028 ലോസ് ആഞ്ചലസിൽ.
Solanum lycopersicum L is a scientific name of which of the following highly consumed vegetables? ഇതിൽ ഏതിൻ്റെ സയൻറ്റിഫിക് നെയിം ആണ് Solanum lycopersicum എന്ന് പറയുന്നത്? പൊട്ടാറ്റോ, ടൊമാറ്റോ, അനിയൻസ് ഓർ ഗാർലിക്? ശരിയായ ഉത്തരം ടൊമാറ്റോൻ്റേതാണ്. ഓക്കെ, ടൊമാറ്റോനെയാണ് Solanum lycopersicum എന്ന് പറയുന്നത്. പൊട്ടാറ്റോ Solanum tuberosum ആണ്. ഓക്കെ, ട്യൂബറോസം ആണെങ്കിൽ പൊട്ടാറ്റോ. അനിയൻ അലിയം സെപ്പ ആൻഡ് ഗാർലിക് അലിയം സെറ്റിവം. ഓക്കെ, സോ ഇത് രണ്ടും സൊളാനം ആണ്, ഇത് രണ്ടും അലിയം ആണ്. സൊളാനം ലൈക്കോപേഴ്സിക്കം ടൊമാറ്റോ ആണ്, ട്യൂബറോസം പൊട്ടാറ്റോ ആണ്. അലിയം സെപ്പ അനിയൻ ആണ്, അലിയം സെറ്റൈവം ഗാർലിക് ആണ്. ഓക്കെ, വെളുത്തുള്ളി. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സൊല്യൂഷൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ഡിവിഷൻ താലോഫൈറ്റ. സോ താലോഫൈറ്റയിൽ ബിലോങ് ചെയ്യുന്ന ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന സൊല്യൂഷൻ ഇതിൽ ഏതാണ്? ടേമറിക് ആണോ, ഫിനോഫ്തലിൻ, ലിറ്റ്മസ് സൊല്യൂഷൻ ഓർ ക്യാബേജ് സൊല്യൂഷൻ? ശരിയായ ഉത്തരം ലിറ്റ്മസ് സൊല്യൂഷൻ ആണ്. ഓപ്ഷൻ സി, ലിറ്റ്മസ് സൊല്യൂഷൻ ആണ് കേട്ടോ. So litmus is a water soluble mixture of different dyes extracted from lichens. Lichensil നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. Next question. Titanium dioxide, which is used as a white pigment in products such as toothpaste, is derived from which mineral? ഏത് മിനറലിൽ നിന്നാണ് ടൈറ്റേനിയം ഡയോക്സൈഡ് നമുക്ക് ലഭിക്കുന്നത്? ഫ്ലൂറൈറ്റ്, ഇൽമിനൈറ്റ്, സിലിക്ക ഓർ മൈക്ക? ശരിയായ ഉത്തരം ഇൽമിനൈറ്റിലാണ്. ഓപ്ഷൻ ബി, ഇൽമിനൈറ്റിൽ നിന്നാണ് ടൈറ്റേനിയം ഡയോക്സൈഡ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് പിഗ്മെൻ്റ് ആയിട്ട്, ടൂത്ത് പേസ്റ്റിലൊക്കെ വൈറ്റ് പിഗ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടൈറ്റേനിയം ഡയോക്സൈഡ്. സോ ilmenite, principal natural source of titanium dioxide is mineral ilmenite ore, which contains 45 to 60% of titanium dioxide. Fluorite ennu parayunnathu, or also called fluorspar, is a mineral from which mineral form of calcium fluoride. Okay, chemically silica ennu parayunnathu oxides of silicon aanu. Mica is a mineral name given to the group of minerals which are physically and chemically similar. They are all silicates mineral, known as sheet silicates because they form in distinct layer. Okay. Next question. Surya Classical Dance Festival. Surya Classical Dance Festival is held in Dash for 10 days every year. രാമേശ്വരം, മധുരൈ, തിരുവനന്തപുരം ഓർ മൈസൂർ? എവിടെയാണ് സൂര്യ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്? തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ സി, തിരുവനന്തപുരത്താണ് സൂര്യ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. സൂര്യ ഫെസ്റ്റിവൽ ഫീച്ചേഴ്സ് വേരിയസ് ആർട്ട് ഫോംസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫിലിം ഫെസ്റ്റിവൽസ്, തിയേറ്റർ ഫെസ്റ്റിവൽസ്, ഡാൻസ്, മ്യൂസിക്, പെയിൻറ്റിംഗ്, ഫോട്ടോഗ്രാഫി എക്സിബിഷൻ, ഇതെല്ലാം നടക്കും. 1977 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ടേക്സ് പ്ലേസ് ആനുവലി in Thiruvananthapuram city of Indian state Kerala in the month of September to January. Okay, ഇതിനിടയിലാണ് ഇത് നടത്തുന്നത്. 49th question. Who among the following is the author of the famous classic Alice Adventure in Wonderland? ടി വിയിലൊക്കെ പണ്ട് കാണും, ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു ടി വി പ്രോഗ്രാം ഉണ്ടായിരുന്നു, കാർട്ടൂൺ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഓഥർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോൾഡ് ഡാൽ, റസ്കിൻ ബോണ്ട്, ലൂയിസ് കാരൽ ഓർ ഏർണസ്റ്റ് ഹെമിംഗ്വേ? ഇതിൽ ആരാണ് ആലിസ് അഡ്വെഞ്ചർ ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓഥർ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലൂയിസ് കാരോൾ ആണ്. ഓക്കെ, ഓപ്ഷൻ സി, ലൂയിസ് കാരോൾ. സോ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, അതുപോലെ തന്നെ വാട്ട് ആലിസ് ഫൗണ്ട് ദെയർ ഇസ് എ നോവൽ പബ്ലിഷ്ഡ് ഇൻ 27 December 1971 by Lewis Carroll and the sequel to Alice Adventure in Wonderland. ഓക്കെ, ഇപ്പോൾ 1965 ആലിസസ് അഡ്വെഞ്ചർ ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. അതിനുശേഷം അതിൻ്റെ സീക്വൽ ആയിരുന്നു ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസും അതുപോലെ വാട്ട് ആലിസ് ഫൗണ്ട് ദെയർ ഇത് എന്ന് പറയുന്ന നോവല്. How many seats of Rajya Sabha are present in the state of Maharashtra? മഹാരാഷ്ട്രയിൽ എത്ര സീറ്റ്സ് ആണ് രാജ്യസഭ സീറ്റ്സ് ഉള്ളത്? മഹാരാഷ്ട്ര സ്റ്റേറ്റിന് എത്ര രാജ്യസഭ സീറ്റ്? അപ്പോൾ നമുക്കറിയാം ഓരോ സ്റ്റേറ്റിനും സീറ്റിൻ്റെ എണ്ണം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അവിടുത്തെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ വലിപ്പവും പോപ്പുലേഷനൊക്കെ അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയ്ക്ക് എത്ര സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19, 10, 31 ഓർ 25? ശരിയായ ഉത്തരം 19 സീറ്റ്സ് ആണ്. ഓക്കെ, മഹാരാഷ്ട്രയ്ക്ക് 19 സീറ്റ്സ് ആണുള്ളത്. ഒരു സീറ്റ് ഉള്ളത് ഏതൊക്കെ സ്റ്റേറ്റിനാണ്? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഗോവ ആൻഡ് പോണ്ടിച്ചേരി. ഓക്കെ, ഓർ പുതുച്ചേരി. സോ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഗോവ ആൻഡ് പുതുച്ചേരി, ഈ സ്ഥലങ്ങൾക്കൊക്കെ ഒരു സീറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ അസം വിട്ട ബാക്കി എല്ലാവർക്കും ഒരു സീറ്റേ ഉള്ളൂ. 3 സീറ്റ് ഉള്ളത് ഹിമാചൽ പ്രദേശ്, ഡൽഹി, ഉത്തരാഖണ്ഡ്. 4 സീറ്റ് ജമ്മു ആൻഡ് കശ്മീർ. 5 സീറ്റ് ഛത്തീസ്ഗഡ്, ഹരിയാന.
6 സീറ്റ് ജാർഖണ്ഡ്, 7 സീറ്റ് അസാമിന് 7 സീറ്റ് ഉണ്ട് കേട്ടോ. 7 സീറ്റ് അസാമിനും പഞ്ചാബിനും തെലങ്കാനയ്ക്കും 7 സീറ്റ് വെച്ചിട്ടാണുള്ളത്. കേരളത്തിന് 9 സീറ്റുകളാണുള്ളത്. 10 സീറ്റ്സ് ഒഡീഷ ആൻഡ് രാജസ്ഥാൻ, 11 സീറ്റ്സ് ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, 12 സീറ്റുകൾ കർണാടക, 16 സീറ്റ് ബീഹാറും വെസ്റ്റ് ബംഗാളിലും, തമിഴ്നാടുവിന് 18 സീറ്റ്, മഹാരാഷ്ട്രയ്ക്ക് 19 സീറ്റ് ആൻഡ് ഉത്തർപ്രദേശിന് 31 സീറ്റ്. ഏറ്റവും അധികം സീറ്റ് 31 സീറ്റ് ഉത്തർപ്രദേശിനാണ്. സെക്കൻഡ് ഹയസ്റ്റ് ആണ് മഹാരാഷ്ട്ര 19 സീറ്റ്. തമിഴ്നാട് മൂന്നാമതാണ് 18 സീറ്റോടുകൂടി. ഓക്കെ, സോ ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക. ഉത്തർപ്രദേശിന് ഏറ്റവും അധികം, പിന്നെ മഹാരാഷ്ട്രയ്ക്ക് 19 സീറ്റ്സ്, 18 സീറ്റ്സ് ആണ് തമിഴ്നാടുവിന്. 16 സീറ്റ്സ് എവിടേക്ക് വരുന്നത്? ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാളിനാണ് 16 സീറ്റ്സ് വരുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ CHSL നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ്, 50 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.